ഹലോ കൂട്ടുകാരെ, ഞാൻ കിങ്ങിണി. ഇന്ന് കർക്കിടകം 1. മഴയും മേഘങ്ങളുമൊക്കെയായി കർക്കിടക മാസം തുടങ്ങി. ഇത് കഥകൾ കേൾക്കുന്ന മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു വിശേഷ കാലമാണല്ലോ. ഇന്നത്തെ കഥ നമ്മെ കൊണ്ടുപോകുന്നത് ദൂരെയുള്ള ഒരു അദ്ഭുത പാലത്തിലേക്കാണ്. രാമനും സീതയും തമ്മിലുള്ള അതിമനോഹരമായ സ്നേഹത്തിലേക്കും. സ്നേഹവും വിശ്വാസവും കൊണ്ട് സഞ്ചരിച്ചൊരു ജീവിതം, അതാണ് രാമായണം. ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുകയാണ് രാമസേതു, കല്ല് ചേർത്ത് സമുദ്രം താണ്ടിയ വിസ്മയ പാലം. ഹനുമാനും വാനരങ്ങളും ചേർന്ന് പണിത പാലത്തിൽ രാമന്റെ നാമം മായാതെ നിൽക്കും. ഒരു കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ചേർന്ന് വലിയ കടൽക്കരയിലെത്തി. കടലിനപ്പുറത്ത് ലങ്കയിലായിരുന്നു സീതാമാതാവിനെ രാവണൻ കവർന്നു കൊണ്ടുപോയത്. സീതയെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ കടൽ കടന്ന് എങ്ങനെ പോകും? വാനരസേന അംഗങ്ങൾ എല്ലാവരും ആശങ്കയിലായി. ഇത്ര വലിയ കടൽ എങ്ങനെ കടക്കാനാണ് എന്ന് എല്ലാവരും ആലോചിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നമുക്ക് ആശയവ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് ജോലി ചെയ്യാം. ദൈവത്തിൽ വിശ്വാസം വയ്ക്കൂ. സുഗ്രീവനും ഹനുമാനുമായി വാനരസേന തുടങ്ങി. ചിലർ കല്ലുകൾ കൊണ്ടുവന്നു. ചിലർ അതിൽ ജയ് ശ്രീറാം എന്ന് എഴുതി. പിന്നെ അവർ ആ കല്ലുകൾ കടലിൽ വെച്ചു. വിസ്മയമായി, ആ കല്ലുകൾ വെള്ളത്തിൽ മുങ്ങാതെ തന്നെ പൊങ്ങിപ്പോയി. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ അവർ ഒരുമിച്ച് 100 യോജന നീളമുള്ള പാലം പണിതു. അതാണ് രാമസേതു. ശേഷം എല്ലാവരും അതിലൂടെ നടന്നു. ശ്രീരാമൻ ലങ്കയിലെത്തി സീതാമാതാവിനെ രക്ഷിച്ചു. കൂട്ടുകാരെ, ഈ കൊച്ചു രാമായണ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി? പറവകളും മത്സ്യങ്ങളും കണ്ട് അത്ഭുതപ്പെട്ടു. മനുഷ്യനും കുരങ്ങുകളും ചേർന്ന് കടലിന്മേൽ ഒരു പാലം പണിയുന്നു. ശ്രീരാമനും കൂട്ടരും ലങ്കയിലേക്കുള്ള ഒരു വഴി നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് രാമസേതു. അവരുടെ കൂട്ടായ്മ, സഹനം, വിശ്വാസം എല്ലാം ചേർന്ന് നിർമ്മിച്ച അത്ഭുതം. നന്മയുടെ വഴി എപ്പോഴും പരീക്ഷണങ്ങളുള്ളതായിരിക്കും. പക്ഷേ സഹനവും ധൈര്യവും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്.